താമസി പറയാല്ലേ 2 മക്കളെ ഞാൻ ഇവിടെ ഇട്ടിട്ടാ പോന്നേക്കുന്നേന്ന്. അവരുടെ കഴിയും അതിലൊരു മോളാ ഇത്. കവിത കഴിയുണ്ട്. ആ മോള് വലുതായത്. മാസത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിഷയ്ക്ക് 42 പിന്നിടുമ്പോൾ നരവീണെങ്കിലും അവളെ തിരിച്ചറിഞ്ഞ ഞങ്ങളിലേക്ക് എത്തിയ ആദ്യ ഫോൺ കോൾ തന്നെ ആ അമ്മയിലേക്കുള്ള വഴി തുറന്നു. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഇത് അറിഞ്ഞപ്പോ ഇത് തന്നെയാണ് ഈ നിങ്ങളുടെ അമ്മയുടെ കുട്ടികൾ തന്നെയാണ് ഇതെന്ന് ഒരു തോന്നാണ്ടായ സാഹചര്യം എന്തായിരുന്നു? അല്ല, ഞാനിപ്പോ ആ കുട്ടിയുടെ ഫേസും അമ്മയുടെ ഫേസൊക്കെ നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ ഒരുപാട് പോലെ തോന്നുന്നു. മനസ്സിലായി. ഇതിപ്പോ ഇങ്ങനെ ഒരു കൂടിച്ചേരലിന് നിങ്ങൾക്കും അങ്ങനെ ഉണ്ട്, ഇതാണ് അമ്മയുടെ കുട്ടിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് കാണട്ടെ എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? അവരുടെ ആഗ്രഹം എങ്ങനെയാണെങ്കിൽ കാണട്ടെ. അത് വേഗം മനുഷ്യനായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ. മനസ്സിലായി. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആ മഠത്തിലെ സിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചു ബന്ധപ്പെടാം. ഓക്കെ. വാർത്തയിൽ നിന്ന് നിഷയെ തിരിച്ചറിഞ്ഞത് അവളുടെ അർദ്ധ സഹോദരനാണ്. തൃശൂരിലെ ഒരു വയോജന കേന്ദ്രത്തിലേക്ക് നിഷയെ കൂട്ടി എത്താമോ എന്ന് ചോദ്യം. CSST പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ നീലിമയ്ക്കൊപ്പം ആ വയോജന കേന്ദ്രത്തിലേക്ക് നിഷ എത്തുമ്പോൾ ബിനോയ് ചാക്കോ എന്ന അവളുടെ അർദ്ധ സഹോദരനുമുണ്ടായി. ബന്ധങ്ങൾ ശിഥിലമായ ഒരു കുടുംബത്തിൽ സ്വന്തം അമ്മയുടെ മനസ്സ് കൈവിട്ടപ്പോഴാണ് നിഷ അനാഥാലയത്തിൽ എത്തിയത്. 83-ൽ നിഷയെ മുളന്തുരുത്തിയിൽ നിന്ന് ബന്ധുക്കൾ അനാഥാലയത്തിൽ എത്തിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന താനെന്ന 10ാം ക്ലാസ്സുകാരനെ ഓർക്കുന്നു ബിനോയ്. ഈ പറഞ്ഞ അനാഥാലയത്തിൽ കൊണ്ടാക്കിയത് ചേർന്നാണ്. എത്ര 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന? 10ാം ക്ലാസ്. നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. നിഷ 42 വർഷത്തിനിപ്പുറം പെറ്റമ്മയെ അടുത്തറിയുമ്പോൾ മനസ്സിലെ ചോദ്യങ്ങളൊക്കെയും മറന്ന് ആ മകൾ അമ്മയെ കണ്ണിറയെ കണ്ടു. ഭർത്താവ് യോസിനെയും മകൾ റായെയും അമ്മയ്ക്ക് പരിചയപ്പെടുത്തുമ്പോഴേക്കും ബിനോയിൽ നിന്ന് ചിതറിപ്പോയ തന്റെ കുടുംബാംഗങ്ങളെ നിഷ തിരിച്ചറിഞ്ഞിരുന്നു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മടങ്ങിയെത്താൻ ആ ചിരിക്കുന്ന മുഖമാണ് വെട്ടം. So Nisha, are you happy? Yes, I'm happy, yes.